ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ കണ്ടിരുന്ന ഒരു നമ്മുടെ ഷോർട്സിനകത്ത് കണ്ടിരുന്നു കാവടി പൂജിക്കാനായിട്ട് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞ് ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്നു. അപ്പം ഇന്നലെ ആയിരുന്നു കാവടി പൂജ. അപ്പോൾ ഇന്ന് തിരുവാതിര ആയതുകൊണ്ട് നമ്മൾ ശ്രീ വായ്പൂർ മഹാദേവ ക്ഷേത്രത്തിൽ കൊടിയേറ്റാണ് മഹോത്സവം തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം തിരുവാതിരയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ കാവടിയാട്ടം കുളത്തൂർ ദേവി ക്ഷേത്രത്തിൽ നിന്നും തിരുവായ്പൂർ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഈ കാവടിയാട്ടം പോകുന്നത്. കാവടി എടുക്കാനായിട്ട് ഒരുപാട് കുട്ടികളും മുതിർന്ന ആൾക്കാരുമുണ്ട്. അതുപോലെ തന്നെ മേളം വായിക്കുന്ന ആൾക്കാരും കൊടക്കാരും ചെണ്ടക്കാരും ഒക്കെ ഒരുപാട് മേളക്കാരും ഒക്കെ ഉണ്ട്. കാവടി പോകുന്ന സമയത്ത് തന്നെ നല്ല വെയിലായതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കുടിക്കാൻ വെള്ളവും ഒക്കെ എല്ലാവരും കടകളുള്ളവരും വീട്ടിലെ ആൾക്കാരും ഒക്കെ കൊടുത്ത് സഹായിക്കും. ഇത് കണ്ടോ, കൊടക്കാരൊക്കെ തുള്ളുന്നു. അതുപോലെ തന്നെ മേളക്കാർ മേളം വായിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും വരിയായിട്ട് നിൽക്കുകയാണ് പോകാനായിട്ട്. ഇവിടെ നിന്നാണ് ഇറങ്ങുന്നത്. എല്ലാ വട്ടവും ഇങ്ങനെയാണ്. നമ്മുടെ കുളത്തൂർ ദേവി ക്ഷേത്രത്തിൽ നിന്നാണ് ഇറങ്ങുന്നത്. ഏകദേശം ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മുടെ മഹാദേവ ക്ഷേത്രം വരെ. അപ്പോൾ എല്ലാവരും നടന്നു പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കാവടിയാട്ടം അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞെങ്കിൽ നേർച്ചയായിട്ട് തിരുവാതിര പുഴുക്കുണ്ട്. അത് മേടിക്കാനായിട്ട് എല്ലാവരും അവിടെ നിൽക്കും. ഇന്ന് വൈകിട്ട് ആണ് നമ്മുടെ അമ്പലത്തിൽ കൊടി കയറുന്നത്. നമ്മുടെ മഹാദേവ ക്ഷേത്രത്തിൽ കൊടി കയറുന്നത്. തുടർച്ച 10 ദിവസത്തെ ഉത്സവമായിരിക്കും. അപ്പം നമ്മൾ അത് കാവടിയാട്ടം കാണാനായിട്ട് രാവിലെ വന്നതാണ്. ഞാനും പൊന്നും കൂടെ വന്നതാണ്. അമ്പലത്തിൻ്റെ അവിടെ കയറി വന്നതാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഉത്സവം പ്രമാണിച്ചുള്ള വീഡിയോ ഇനിയും പുറമേ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.